ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതീഷ് രഞ്ജിതയുടെ വീട്ടിൽ പോയിട്ട് വന്ന സമയത്ത് പ്രതീഷിനെ അവിടെ കണ്ടപ്പോഴേക്കും പൂജയ്ക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. ഇത് എന്തിനാ ഏട്ടൻ ഇവിടെ വന്നേ? അപ്പോൾ ഏട്ടാന്നൊരു 100 വട്ടം പ്രതീഷിനെ പൂജ വിളിച്ചിട്ടും പ്രതീഷ് മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. ആ വിഷമത്തിൽ നമ്മുടെ പൂജ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പങ്കജിൻ്റെ കാര്യം നൈസായിട്ട് പുള്ളിക്കാരി അങ്ങ് എടുത്തിടുന്നത്. അപ്പോൾ നമുക്കൊരു മാട്രിമോണിയിൽ മറ്റോ വിവാഹത്തിൻ്റെ പരസ്യം കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പൂജ പറയുമ്പം അങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് നിന്നെ വിടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ മോളെ, പങ്കജിനെ നിനക്ക് ഇഷ്ടമല്ലേ? ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക. പൊന്നു പോലെ ആൻറ്റി നോക്കിക്കോളാം, എൻ്റെ മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് സ്നേഹിച്ച് നോക്കിക്കോളാം, ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ പൂജയോട് ഓരോന്ന് പറഞ്ഞപ്പോൾ പൂജ ഇങ്ങനെ നിന്ന് ആലോചിക്കും കേട്ടോ, ദൈവമേ, അപ്പോൾ അമ്മ പറഞ്ഞതിലും സത്യം ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ. എന്താ മോളെ, നിനക്ക് പങ്കജിന് ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പൂജയ്ക്ക് എന്തു പറയണമെന്നറിയില്ല. അപ്പോൾ പൂജ ഇങ്ങനെ ആകെ അന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. നിനക്ക് പങ്കജിന് ഇഷ്ടമാണ് എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ പങ്കജിന് നിന്നെ ഇഷ്ടമാണ്. ഇതൊരു വലിയ കാര്യം തന്നെയല്ലേ. എൻ്റെ മോൾ ആലോചിച്ച് സാവധാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സാവധാനം എൻ്റെ മോള് പറയുന്ന ഉത്തരം പോസിറ്റീവ് ആയിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പൂജയോട്. അപ്പോൾ പൂജയോട് ഇതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇത് കേട്ടിട്ട് നമ്മുടെ പൂജ അവിടെ നിന്ന് പൂജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും താൻ പറഞ്ഞതെല്ലാം ഏറ്റിട്ടുണ്ട്. പൂജ അധികം താമസിയാതെ എസ് എന്നുള്ള ഉത്തരം പറയും എന്ന് രഞ്ജിത വിശ്വസിച്ചുറച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു. അവൾ എൻ്റെ വഴിക്ക് തന്നെ വരും എന്നുള്ള പൂർണ്ണമായൊരു വിശ്വാസത്തോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതീക്ഷ എന്തിനാണ് ഈ പൈസ രഞ്ജിതയുടെ കയ്യിൽ നിന്ന് മേടിച്ചതെന്നുള്ള കാര്യം പുറത്തു വരുന്നത്. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ആ കുഞ്ഞിന് കുറച്ച് പാവയും ഉടുപ്പും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ജയിലിൽ കിടന്നിട്ട് വന്നതുകൊണ്ട് കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ. അപ്പോൾ രഞ്ജിത ഇപ്പോൾ രക്ഷകിയുടെ വേഷം കെട്ടി നിൽക്കുന്നത് കൊണ്ട് രഞ്ജിത കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ധാരണ പ്രതീക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിതയിൽ നിന്ന് കാശും മേടിച്ച് പ്രതീക്ഷ ഒരു വലിയ ഇത് വാങ്ങിക്കുന്നു. അങ്ങനെ ആ കൊച്ചിന് വേണ്ടുന്നെല്ലാം കൈ നിറയെ വാങ്ങി ശ്രീനിലയത്തിലേക്ക് വരുന്ന പ്രതീഷിനെ നമ്മുടെ സുമിത്ര കാണുകയാണ്. അപ്പോൾ സുമിത്ര അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ പച്ചക്കറി മറ്റോ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രതീക്ഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പ്രതീക്ഷ കയറി വരുന്നപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുന്നു, കൈ നിറയെ സാധനങ്ങളുമായിട്ട്. അപ്പോൾ വലിയൊരു പാവ, പിന്നെ കവറ്, അങ്ങനെ കുറേ സാധനങ്ങളുമായിട്ടാട്ടോ പ്രതീക്ഷ കയറി വന്ന പ്രതീക്ഷ ആ സാധനങ്ങളെല്ലാം കയറി വരുമ്പോഴേ കാണാൻ പാകത്തിന്, അതായത് കുഞ്ഞ് സ്കൂള് വിട്ട് വരുന്നതേ കാണാൻ പാകത്തിന് അതെല്ലാം അങ്ങനെ ആ സോഫയുടെയും ടേബിളിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു, അടുക്കി അങ്ങനെ വെച്ചു. എന്നിട്ട് അത് ഇങ്ങനെ പ്രതീക്ഷ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കുറേ നേരം കൗതുകത്തോടെ അല്ലെങ്കിൽ ആ ഒരു വാത്സല്യത്തോടെ, സ്വരമോളോടുള്ള ഒരു വാത്സല്യം ഉണ്ടല്ലോ, ആ വാത്സല്യത്തോടെ ഇതിങ്ങനെ നോക്കി നിന്നിട്ട് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ സുമിത്ര ഇത് അവിടെ ഇരുന്ന് കാണുന്നത് പ്രതീക്ഷ ഒരു മിന്നായം പോലെ കണ്ടു. പക്ഷേ പ്രതീഷിന് സുമിത്രയെ മൈൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഒന്നും മിണ്ടാതെ പ്രതീക്ഷ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ പ്രതീഷിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സുമിത്രയ്ക്ക് അന്നേരം മനസ്സിലായി. അന്നേരം സുമിത്ര വിചാരിക്കുന്നത് ചെറിയച്ഛന് മോളോടുള്ള സ്നേഹം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷ പൂർണ്ണമായും മാറിയിട്ടില്ല. ഇപ്പോഴും പ്രതീക്ഷൻ്റെ മനസ്സിൽ ആ നന്മ ബാക്കി നിൽപ്പുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ സുമിത്ര ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുമിത്ര എന്നിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ തൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ തന്നെ പോയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധ് അനന്യയും കൂടെ ചേർന്ന് മോളെയും കൂട്ടിക്കൊണ്ട് വന്നു. അവർ രണ്ടുപേരും കൂടി വന്നപ്പോൾ ഇവർ കയറി വന്നതും കാണുന്നത് ഈ പാവയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ പാവയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഹായ് പാവ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വരമോൾ എന്ത് ചെയ്തു, ഓടിച്ചെന്ന് ആ പാവയെ എടുത്ത് അങ്ങ് കയ്യിലേക്ക് അങ്ങ് പിടിച്ചു. അപ്പോൾ ഈ പാവയെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു. സുമിത്ര അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ, അച്ഛമ്മേ ഇതാ എവിടുന്ന് ഈ ഗിഫ്റ്റൊക്കെ, ഇതൊക്കെ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണോ? ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല പാവ, ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ പാവയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വരമോൾ ഇങ്ങനെ പറയണം. അപ്പോൾ സ്വര ഇത് പറഞ്ഞപ്പോഴേക്കും എന്തിനാ അമ്മ ഇപ്പം ഇതൊക്കെ മോൾക്ക് വേണ്ടി വാങ്ങിയത്, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് അനിരുദ്ധ്. അപ്പോൾ ആൻറ്റിക്ക് ഇപ്പം ഇതൊന്നും മേടിച്ച് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അനന്യം, പിന്നെ എൻ്റെ അച്ഛമ്മ എനിക്ക് മേടിച്ച് തന്നതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് സുമിത്രയെക്കുറിച്ച് കൊച്ചും ഇങ്ങനെ പറയുന്നു. അങ്ങനെ എന്തിനു മേടിച്ചു, അപ്പോൾ എനിക്ക് വേണ്ടി മേടിച്ചതല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ഇതെല്ലാം സുമിത്ര മേടിച്ച് കൊടുത്തതാണെന്നുള്ള ഇതിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുമിത്ര പറയുന്നത്, അത് പിന്നെ അച്ഛമ്മ മേടിച്ചതല്ല, മറിച്ച് ഇത് എനിക്ക് ഒരാൾ വാങ്ങിച്ച് തന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വാങ്ങിച്ച് തന്നതോ? മോൾക്ക് വാങ്ങിച്ച് തന്നതാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആരാ അച്ഛമ്മയെന്ന് ചോദിച്ചു. മോളുടെ ചെറിയച്ഛനെ മേടിച്ച് തന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രതീക്ഷ മോളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരുടെ സംസാരം കേട്ട. അപ്പോൾ ചെറിയച്ഛൻ മോളിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത്
കൊച്ചിൻ്റെ കയ്യിൽ പാവയൊക്കെ ഇരിക്കുന്നത് കാണും. അപ്പോൾ വേഗം തന്നെ പ്രതീക്ഷ ഇറങ്ങി വന്ന് ഇവരുടെ അടുത്ത് നിൽക്കും കേട്ടോ. ഇതെല്ലാം മോൾക്ക് ചെറിയച്ഛൻ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. അപ്പോൾ സുമിത്ര ഇത് കണ്ടു എന്നുള്ളത് പ്രതീക്ഷിന് അറിയാലോ. പ്രതീക്ഷ ഇങ്ങനെ വന്ന് കുഞ്ഞിനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ പ്രതീക്ഷ വാങ്ങിച്ചതാണെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയുകയും, കണ്ടില്ലേ ചെറിയച്ഛന് മോളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന്, മോളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ചെറിയച്ഛൻ ഇതൊക്കെ വാങ്ങി തന്നത്. മോൾക്ക് ചെറിയച്ഛനോടുള്ള പിണക്കമൊക്കെ മാറിയോ? ചെറിയച്ഛന് മോളെ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ മോളും ചെറിയച്ഛനെ സ്നേഹിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സുമിത്ര ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ അനന്യ എന്നാ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രതീക്ഷ മേടിച്ചതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചിങ്ങനെ പ്രതീക്ഷിനെ ഒരു ഇഷ്ടത്തോടു കൂടി നോക്കി. ഇത് അനന്യക്ക് സഹിച്ചില്ല. അനന്യ എന്നിട്ട് പരിസരബോധം പോലും മറന്നുപോയി. പെട്ടെന്ന് തന്നെ കൊച്ചിൻ്റെ കയ്യിലിരുന്ന പാവയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ നിരത്തിയിട്ട് അങ്ങ് കയറി പോവാട്ടോ. നിരത്തിയിട്ട് എൻ്റെ കുഞ്ഞിന് ആരുടെ ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല, അവൾക്ക് വേണ്ടുന്നതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം, ആരും എൻ്റെ കൊച്ചിനൊന്നും മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാം. അപ്പോൾ ആ മമ്മി എന്തീ കാണിക്കുന്നത്, എന്നെ വിടും മമ്മി എന്ന് പറഞ്ഞ് സ്വരമോൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അനന്യയുടെ ഉള്ളിൽ ആദ്യം അനന്യക്കല്ലേ അറിയുള്ളൂ. എന്നിട്ട് അനന്യ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിന് അത് ഭയങ്കര വിഷമമായിട്ടോ. പ്രതീക്ഷിൻ്റെ മുഖമൊക്കെ വല്ലാതെയായി. അപ്പോൾ സ്വരമോൾ ഇതൊക്കെ നോക്കുന്നുണ്ടേ, പ്രതീക്ഷിൻ്റെ മുഖമൊക്കെ വല്ലാതായത്. ഈ സമയത്ത് അനിരുദ്ധിനോട് സുമിത്ര ചോദിച്ചു, എന്താ ഇനി ഇത്, അനന്യക്ക് എന്താ പറ്റിയേ, അവളെന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചേ? പ്രതീക്ഷ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ട് മേടിച്ചുകൊണ്ട് കൊടുത്തതല്ലേ, അതൊക്കെ ഇങ്ങനെ നിന്ദിക്കാൻ പാടുണ്ടോ? അനന്യ ചെയ്തത് ശരിയായില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുമിത്ര പറയുമ്പം അനിരുദ്ധിന് എന്ത് പറയാൻ പറ്റും? അനിരുദ്ധ ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ പ്രതീക്ഷിനെ ഒന്ന് നോക്കി. പ്രതീക്ഷ അന്നേരം അനിരുദ്ധിനെ ഇങ്ങനെ ഒന്ന് നോക്കുക. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും സ്വരമോളുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമുണ്ട്, അതേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ സുമിത്രയോട് ചോദിക്കാം, നീ അനന്യയെ പറഞ്ഞ് തിരുത്തണം, അവൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, അവൾ ഈ കാണിക്കുന്നതുകൊണ്ട് പ്രതീക്ഷിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ശരിയാണ്, ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ അനിരുദ്ധ് അമ്മയുടെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് അങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ഈ അനന്യ ശ്രമിക്കണം. അപ്പോൾ കൊച്ചി ചോദിക്കുന്നുണ്ട്, മമ്മി എന്തു പണിയാണ് കാണിച്ചേ, ചെറിയച്ഛൻ അതൊക്കെ വാങ്ങിച്ച് തന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, ഇപ്പോൾ മമ്മി അങ്ങനെ ചെയ്തത് കൊണ്ട് ചെറിയച്ഛന് ഭയങ്കര വിഷമമായില്ലേ, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അയാൾ എൻ്റെ മോളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാ, അയാൾ ചീത്തയാണ്, അയാളോട് എൻ്റെ മോളെ കൂട്ടുകൂടൊന്നും വേണ്ട, അതൊക്കെ മേടിച്ച് തന്നിട്ട് എൻ്റെ മോളെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനാണെന്നൊക്കെ പറയുമ്പോൾ, പിന്നെ മമ്മി പറയുന്നത് പോലെയൊന്നുമല്ല, ചെറിയച്ഛൻ പാവമാണെന്ന് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ, എത്രയാണെന്ന് പറഞ്ഞാൽ അച്ഛനാണല്ലോ, അങ്ങനെ പ്രതീക്ഷിനെ നമ്മുടെ കൊച്ചു തിരിച്ചറിയുക കേട്ടോ. അങ്ങനെ ആ അച്ഛൻ്റെ സ്നേഹം മുഴുവൻ നമ്മുടെ പ്രതീക്ഷ കൊടുക്കാൻ ഇങ്ങനെ ബാക്കി വെച്ച് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നൊരവസ്ഥ. അതിൽ നിന്നാണ് സ്വരമോളെ ഇങ്ങനെ പേടി കൊണ്ട് പിടിച്ച് വലിച്ച് നമ്മുടെ അനന്യ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊച്ചിനോട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഈ അനന്യ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനിരുദ്ധ റൂമിലേക്ക് വരുന്നത്. അനിരുദ്ധ റൂമിലേക്ക് വന്നിട്ട്, നിനക്ക് എന്താ അനന്യ പറ്റിയത്, നീയായിട്ട് തന്നെ എല്ലാം കൈവിട്ട് കളയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. അപ്പോൾ നിങ്ങൾ ഒന്നും പറയേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അനന്യ ഇങ്ങനെ അനിരുദ്ധിനോട് പറഞ്ഞു, നിൻ്റെ ഈ എടുത്ത ചാട്ടം കൊണ്ട് വലിയ നഷ്ടം തന്നെ നിനക്ക് സംഭവിക്കും, അതിനെല്ലാം ഉത്തരവാദി നീ മാത്രമായിരിക്കും, മറ്റാരെയും പിന്നെ അതിന് പഴിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യയോട് അനിരുദ്ധ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കും. എന്ത് കേട്ടിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ എന്താ ഡാഡി, ഈ മമ്മി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്, ചെറിയച്ഛൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ എനിക്കെല്ലാം വാങ്ങി തന്നതല്ലേ, അതൊക്കെ വലിച്ചെറിഞ്ഞപ്പോൾ ചെറിയച്ഛൻ്റെ മുഖം ഡാഡി ശ്രദ്ധിച്ചോ, ചെറിയച്ഛൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു എന്നൊക്കെ കൊച്ചു പറയുമ്പോൾ അവിടെ ഒരു ചെറിയച്ഛൻ മിണ്ടാതിരുന്നോണം അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് ചുമ്മാ ദേഷ്യപ്പെടുക. നിനക്ക് എന്താ അനു പറ്റിയത്, നീ എന്തിനാ കൊച്ചിനോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അനിരുദ്ധ് എന്നിട്ട് അനന്യ ചോദ്യം ചെയ്തു. അന്നേരത്തേക്കും അനന്യ, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ എനിക്ക് മേലും കീഴും നോക്കാനില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അനിരുദ്ധിനെ ധർമ്മസങ്കടത്തിലാക്കുന്നു. അനിരുദ്ധിനെ പേടിപ്പിച്ചുകൊണ്ട് അനന്യ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുകയാണ്. പുതിയ കഥയും കഥാവിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.